ഒട്ടുമിക്ക സയൻസ് ഫിക്ഷൻ സിനിമകളുടെയും ഒരു പ്രധാന ഘടകമാണ് സൈബോർഗുകൾ, അതായത് മനുഷ്യ ശരീരത്തിനെ മെഷീനുമായി സംയോജിപ്പിക്കുന്ന ടെക്നോളജികൾ. അത് പണ്ട് നമുക്ക് വെറുമൊരു സാങ്കല്പികത മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോഴത് യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാന കാരണം ലോക പ്രശസ്തനായ ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനിയാണ്. മനുഷ്യന്റെ തലച്ചോറിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ച ശേഷം അതിന്റെ സഹായത്തോടെ തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ന്യൂറാലിങ്ക്. തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ മറ്റ് ജീവികളിൽ പണ്ടേ തന്നെ ന്യൂറാലിങ്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു പരിധിവരെയെങ്കിലും വിജയകരമാവുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴിതാ ആദ്യമായിട്ടൊരു മനുഷ്യന്റെ തലച്ചോറിൽ ന്യൂറാലിങ്കിന്റെ ചിപ്പ് ഘടിപ്പിച്ചിരിക്കുകയാണ്. അത് കാരണം 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിവാദമായ ശാസ്ത്ര പരീക്ഷണമായി ന്യൂറാലിങ്ക് മാറിയിരിക്കുകയാണ്. എന്താണ് ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് പരീക്ഷണമെന്നും ന്യൂറാലിങ്കിന്റെ ചിപ്പുകൾ ഘടിപ്പിക്കുന്ന മനുഷ്യരിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും എന്തിനാണ് പലരും ഇതിനെ എതിർക്കുന്നതെന്നും നമുക്ക് നോക്കാം. 2024 ജനുവരി 28-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം ആദ്യമായിട്ടൊരു മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ചിപ്പ് ഘടിപ്പിച്ചുവെന്ന് ന്യൂറാലിങ്ക് പ്രഖ്യാപിച്ചു. N1 ഇംപ്ലാന്റ് എന്നാണ് ഈ ചിപ്പിനെ പറയുന്നത്. ഇത്തരം ടെക്നോളജിയെ, അതായത് തലച്ചോറിനെയും ഒരു മെഷീനെയും തമ്മിൽ നേരിട്ട് ബന്ധിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകളെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നാണ് പറയുന്നത്. അയാളുടെ തലച്ചോറിന്റെ സെറിബ്രൽ കോർട്ടക്സ് എന്ന ഭാഗത്തിന് മുകളിൽ തലയോട്ടിയിൽ ഒരു ദ്വാരമിട്ട ശേഷം ആ ദ്വാരത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഈ N1 ചിപ്പിന് ഒരു നാണയത്തിന്റെ അത്ര വലിപ്പം മാത്രമേയുള്ളൂ. N1-ൽ നിന്നും തീരെ കനം കുറഞ്ഞ ചെറിയ 64 വയറുകൾ കോർട്ടക്സിലേക്ക് പോകുന്നുണ്ട്. ഓരോ വയറിലും 16 മൈക്രോസ്കോപ്പിക് ഇലക്ട്രോഡ് സെൻസറുകളുമുണ്ട്. N1 ചിപ്പിനുള്ളിലുള്ള ബാറ്ററിയുടെ ഊർജ്ജത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ചാർജ് തീരുമ്പോൾ ആ ബാറ്ററി വയർലെസ് ആയിട്ട് തന്നെ റീചാർജ് ചെയ്യാനും കഴിയും. ചെറിയ രീതിയിലുള്ള പിഴവ് പോലും സംഭവിക്കാൻ പാടില്ലാത്തതിനാൽ ഈ സർജറി ഒരു റോബോട്ടിന്റെ സഹായത്തോടെയാണ് ചെയ്തത്. സർജറി കഴിഞ്ഞ മനുഷ്യൻ ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലാതിരിക്കുന്നുവെന്നും വളരെ വേഗം സൗഖ്യം പ്രാപിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ മാസം 29-ാം തീയതി ഇലോൺ മസ്ക് ട്വിറ്ററിലൂടെ അറിയിച്ചിരുന്നു. അതിനോടൊപ്പം N1 ഇംപ്ലാന്റ് തലച്ചോറിന്റെ സിഗ്നൽസ് ഡിറ്റക്ട് ചെയ്യാൻ തുടങ്ങിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 വർഷങ്ങൾക്ക് മുൻപാണ് ന്യൂറാലിങ്കിന്റെ ആശയം ഇലോൺ മസ്ക് മുന്നോട്ട് കൊണ്ടുവന്നത്. അന്ന് പലരും ശരിക്കും ഇതിനെ വെറുമൊരു ടെക്നോളജിക്കൽ ഫാന്റസി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത് യാഥാർത്ഥ്യമായിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം? ന്യൂറാലിങ്കിന്റെ ഒന്നാമത്തെ ഉപയോഗം ടെലിപതിയാണ്. അത് പക്ഷേ സൂപ്പർ ഹ്യൂമൻ സിനിമകളിൽ കാണുന്നത് പോലത്തെ ടെലിപതിയൊന്നുമല്ല. മറിച്ച് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഒക്കെ അയാളുടെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതാണ് ടെലിപതി. എന്നുവെച്ച് അയാൾക്ക് കണ്ണിൽ കാണുന്ന എല്ലാ കമ്പ്യൂട്ടേഴ്സും മൊബൈൽ ഫോൺസും നിയന്ത്രിക്കാൻ കഴിയുമെന്നല്ല. അയാളുടെ N1 ചിപ്പുമായി കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും ഫോൺസും മാത്രം നിയന്ത്രിക്കാം. അതായത് സ്വന്തം കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും. കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു അമാനുഷിക ശക്തിയായിട്ടൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർക്ക് വേണ്ടി അവരുടെ ദൈനംദിന ജീവിതം കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചത്. അല്ലാതെ അമാനുഷിക ശക്തിയുള്ള ഒരു മനുഷ്യനെ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ അല്ല ഇത് ചെയ്തത്. ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ മൗസിന്റെ ചലനമാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിലൂടെ അവർക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനാകുമെന്നതാണ് ഇതിന്റെ ആശയം. ഇതിലൂടെ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ചെയ്യാനാകും, ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, ഗെയിം കളിക്കാൻ പോലും സാധിക്കും. ഇതൊക്കെ പണ്ടേ തന്നെ മറ്റു മൃഗങ്ങളിലൂടെ പരീക്ഷിച്ച് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഈ പരീക്ഷണങ്ങളായിരിക്കും ആദ്യത്തെ N1 ചിപ്പ് വെച്ച മനുഷ്യനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോൺ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അതിലൂടെ മൊബൈൽ ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കാനാകും. അപ്പോൾ എഴുന്നേൽക്കാൻ പോലും കഴിയാത്തവരായിരുന്നാലും അവർക്ക് ഒരിടത്ത് കിടന്നുകൊണ്ട് തന്നെ TV, AC, ലൈറ്റ്സ്, ഫാൻ അങ്ങനെ എല്ലാം നിയന്ത്രിക്കാൻ കഴിയും. ഗൂഗിൾ അസിസ്റ്റന്റ് പോലെയുള്ള പ്രോഗ്രാംസിലൂടെ ഇപ്പോൾ തന്നെ ഇതൊക്കെ ചെയ്യാനാകും. പക്ഷേ ന്യൂറാലിങ്കിലൂടെ ശബ്ദം പോലും ഇല്ലാതെ വെറും ചിന്തകൾ കൊണ്ട് മാത്രം ഉപകരണങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത. പക്ഷേ ന്യൂറാലിങ്കിന് ഇതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു ഉപയോഗവും കൂടെയുണ്ട്. ഏകദേശം എല്ലാ ജീവികളുടെയും അതിജീവനത്തിന്റെ ഏറ്റവും പ്രധാന ഘടകമാണ് കാഴ്ചശക്തി. കണ്ണ് കാണാൻ പറ്റാതെ ജീവിക്കുക എന്നത് വളരെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ന്യൂറാലിങ്കിലൂടെ കാഴ്ചശക്തി ഇല്ലാത്തവർക്കും ലോകത്തിനെ കാണാൻ ഒരു അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള N1 ചിപ്പിലൂടെ ഇത് എത്രത്തോളം സാധ്യമാണെന്നറിയില്ല. പക്ഷേ അത്തരമൊരു ചിപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നും അധികം വൈകാതെ തന്നെ അത് സാധ്യമാക്കാൻ കഴിയുമെന്നുമാണ് ഇലോൺ മസ്ക് പറയുന്നത്. ബ്രെയിനിൽ നിന്നുമുള്ള സിഗ്നലുകളെ N1-ന്റെ വയേഴ്സ് പിടിച്ചെടുക്കും. എന്നിട്ട് അതിനെ N1 ചിപ്പിന് നൽകും. അത് സിഗ്നലിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലാക്കി മാറ്റിയ ശേഷം നേരെ കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്.
എന്നാൽ ഇതേ പ്രോസസ്സിനെ തന്നെ തിരിച്ചു ചെയ്യാൻ പറ്റിയാൽ, അതായത് ക്യാമറയിൽ നിന്നുമുള്ള ദൃശ്യങ്ങളെ കമ്പ്യൂട്ടറിൽ നിന്നും ചിപ്പിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയാൽ ആ സിഗ്നലിനെ ചിപ്പ് തലച്ചോറിന് മനസ്സിലാകുന്ന രീതിയിലാക്കി മാറ്റിയ ശേഷം വയേഴ്സിലൂടെ അത് ബ്രെയിനിന് കൊടുക്കും. അപ്പോൾ അത് കണ്ണിൽ നിന്നും വരുന്ന സിഗ്നൽ ആണെന്ന് കരുതി ബ്രെയിൻ അതിനെ ദൃശ്യങ്ങളാക്കി മാറ്റും. അങ്ങനെ അയാൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണുകളും ഏകദേശം ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രകാശം കണ്ണുകളുടെ റെറ്റിനയിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന ഒരുതരം പ്രത്യേക കോശങ്ങൾ പ്രകാശത്തിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കി മാറ്റും. ശേഷം ഈ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഒപ്റ്റിക് നെർവ് എന്ന ഞരമ്പിലൂടെ തലച്ചോറിലെത്തും. തലച്ചോറ് ആ സിഗ്നൽസിനെ നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാക്കി മാറ്റുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കാഴ്ച ഒരിക്കലും ഇല്ലാത്തവർക്ക് പോലും ഇങ്ങനെ ന്യൂറാലിങ്ക് ചിപ്പ് ഉപയോഗിച്ച് ലോകത്തിനെ കാണാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂറാലിങ്കിന്റെ ചിപ്പ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന കാഴ്ച ശരിക്കുമുള്ള കാഴ്ചശക്തി പോലെ ആയിരിക്കില്ല. പകരം ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള മങ്ങിയ ഒരു ഏകദേശ രൂപം മാത്രമായിരിക്കും. പക്ഷേ കാലക്രമേണ തീർച്ചയായും കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്ന രീതിയിൽ ഈ ടെക്നോളജി വികസിക്കും. അതായത് വീഡിയോ ഗെയിംസിനെ പോലെ. ആദ്യകാലത്തിലെ വീഡിയോ ഗെയിംസ് എന്നത് വളരെ വളരെ നിസ്സാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ വീഡിയോ ഗെയിം ഗ്രാഫിക്സ് ഒക്കെ യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന രീതിയിലായി മാറിയിട്ടുണ്ട്. ഇതുപോലെ ന്യൂറാലിങ്കും ഒരിക്കൽ വളരെ അഡ്വാൻസ്ഡ് ആയി മാറുമെന്നത് തീർച്ചയാണ്. തലച്ചോറിനെ ചിപ്പുമായി കണക്ട് ചെയ്യുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ന്യൂറാലിങ്ക് ആയിരിക്കാം. ഒരുപക്ഷെ ന്യൂറാലിങ്ക് മാത്രമായിരിക്കും പലർക്കും അറിയാവുന്ന ഒരേ ഒരു കമ്പനി. എന്നാൽ നമ്മുടെ ബ്രെയിനിനെ മനസ്സിലാക്കുക എന്നത് പല പതിറ്റാണ്ടുകളായിട്ട് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് പോലെയുള്ള ആശയങ്ങൾ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ഒരു ടെക്നോളജിയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശസ്തമായി നിൽക്കുന്നത് ന്യൂറാലിങ്ക് ആണെങ്കിലും ഇതേ ടെക്നോളജി വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന വേറെയും നിരവധി കമ്പനികളുണ്ട്. ഉദാഹരണത്തിന് സിങ്ക്രോൺ. ഇത് യുഎസിലുള്ള മറ്റൊരു കമ്പനിയാണ്. ഇവരും ബ്രെയിൻ ചിപ്പുകൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ കഴിഞ്ഞ വർഷം തന്നെ 10 മനുഷ്യരുടെ തലച്ചോറിൽ അവരുടെ ചിപ്പുകൾ ഘടിപ്പിച്ച് പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങിയിരുന്നു. ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്നത് പാവപ്പെട്ടവരായ ജെഫ് ബെസോസും ബിൽഗേറ്റ്സുമാണ് ഈ കമ്പനിയെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും ഇലോൺ മസ്കിനോടുള്ള ശത്രുത വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് ന്യൂറാലിങ്കിന് ഭാവിയിൽ തീർച്ചയായും വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, സിങ്ക്രോൺ ബ്രെയിനിൽ ചിപ്പ് ഘടിപ്പിക്കുന്ന പ്രക്രിയ ന്യൂറാലിങ്കിനെ അപേക്ഷിച്ച് വളരെ നിസ്സാരമാണ്. അപ്പോൾ അവർക്ക് വളരെ വേഗം പരീക്ഷണങ്ങൾ നടത്തി പെട്ടെന്ന് മുന്നേറാൻ കഴിയും. പക്ഷേ നിലവിൽ ന്യൂറാലിങ്കിനേക്കാൾ ദുർബലമായ ടെക്നോളജിയാണ് സിങ്ക്രോണിന്റേത്. എന്നിരുന്നാലും ഇപ്പോൾ ന്യൂറാലിങ്കിലൂടെ ചെയ്യാൻ പറ്റുന്ന ടെലിപതി സിങ്ക്രോണിന്റെ ചിപ്പിലൂടെയും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ മറ്റൊരു കാര്യം, ന്യൂറാലിങ്കിന്റെ ഒരുപാട് ഉപയോഗങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് ടെലിപതി. ടെലിപതി വിജയകരമായി പരീക്ഷിച്ച ശേഷം അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകും. തലച്ചോറിൽ വരുന്ന അസുഖങ്ങൾ ചികിത്സിക്കാൻ, മെന്റൽ പ്രോബ്ലംസ് ശരിയാക്കാൻ, അമിതവണ്ണം ഇല്ലാതാക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ന്യൂറാലിങ്കിലൂടെ സാധ്യമാക്കാൻ കഴിയുമെന്നാണ് ഇലോൺ മസ്ക് പറയുന്നത്. അതിനേക്കാളുമൊക്കെ ഉപരി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ തലച്ചോറുമായി കണക്ട് ചെയ്യാൻ കഴിയുന്ന സാധ്യതയെക്കുറിച്ചും ഇലോൺ മസ്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയൊക്കെ തലച്ചോറുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ശരിക്കും വലിയൊരു വിപ്ലവം തന്നെയായിരിക്കും. പക്ഷെ അതൊന്നും ഈ അടുത്ത കാലത്തിലൊന്നും സാധ്യമല്ല. ന്യൂറാലിങ്കിനോടൊപ്പം നിൽക്കാൻ പ്രാപ്തരായ മറ്റൊരു കമ്പനിയാണ് ബ്ലാക്ക് റോക്ക് ന്യൂറോടെക്. ശരിക്കും ഏകദേശം 20 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവർ മനുഷ്യരിൽ പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ തീർച്ചയായും ന്യൂറാലിങ്കിനേക്കാൾ ഒരുപാട് മുന്നിലാണ് ബ്ലാക്ക് റോക്ക്. ന്യൂറാലിങ്കിന്റെ സർജറി പോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ബ്ലാക്ക് റോക്കിന്റെ സർജറിയും. ടെലിപതിയൊക്കെ പണ്ടേ തന്നെ അവർ ചെയ്ത് തെളിയിച്ചതാണ്. പക്ഷെ എന്നിരുന്നാലും അവരുടെ ടെക്നോളജിയും ന്യൂറാലിങ്കിന്റെ അത്രത്തോളം മികച്ചതല്ല. കാരണം ന്യൂറാലിങ്ക് തലച്ചോറിൽ നിന്നും ശേഖരിക്കുന്ന സിഗ്നൽസിന്റെ വെറും 10% സിഗ്നൽസ് മാത്രമേ ബ്ലാക്ക് റോക്കിന്റെ ചിപ്പിന് ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് ടെക്നോളജി നിലവിൽ വികസിക്കാൻ തുടങ്ങിയിട്ടേയുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വെല്ലുവിളികളും പോരായ്മകളും ഒക്കെയുണ്ട്. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 8 വർഷങ്ങൾ കൊണ്ട് 1500-ലേറെ മൃഗങ്ങളെയാണ് ന്യൂറാലിങ്ക് പരീക്ഷണം നടത്തി കൊന്നുകളഞ്ഞത്. ആടുകൾ, പന്നികൾ, കുരങ്ങുകൾ, അങ്ങനെ പല ജീവികളും അതിലുണ്ടായിരുന്നു. പലരും ന്യൂറാലിങ്കിനെ എതിർക്കാനുള്ള ഒരു കാരണം ഇതാണ്, അതായത് അനിമൽ അബ്യൂസ്. ഇത്രയും മൃഗങ്ങളെ വെറും പരീക്ഷണത്തിന് വേണ്ടി മാത്രം കൊന്നുകളഞ്ഞ ന്യൂറാലിങ്ക് എത്രത്തോളം ക്രൂരമാണെന്ന് ചിന്തിച്ച് വിഷമിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ വിഷമിക്കുന്നവർ കഴിഞ്ഞ വർഷം എത്ര തവണ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചുവെന്ന് ചിന്തിച്ചാൽ ആ വിഷമമൊക്കെ മാറാവുന്നതേയുള്ളൂ. എന്തായാലും ഇത്തരം ബ്രെയിൻ ചിപ്പുകളെ എതിർക്കുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണം മനുഷ്യരിൽ പരീക്ഷണം നടത്തുന്നതാണ്.
മനുഷ്യരിൽ പരീക്ഷിക്കുന്നത് ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കുമെന്നും അത് മാനസിക രോഗങ്ങളിലേക്കും ചിലപ്പോൾ മരണത്തിലേക്കും വരെ നയിക്കുമെന്നുമൊക്കെ പറഞ്ഞാണ് ഒരു വിഭാഗം പേർ ഇത്തരം ടെക്നോളജികളെ എതിർക്കുന്നത്. അത് തീർച്ചയായും ഒരു പരിധിവരെയെങ്കിലും ശരി തന്നെയാണ്. അത് മാത്രമല്ല, തലച്ചോറിനെ കുറിച്ച് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ. ഇനിയും ബ്രെയിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലരും അതിനുവേണ്ടി നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ചില പതിറ്റാണ്ടുകൾക്കുള്ളിൽ തീർച്ചയായും നമ്മൾ തലച്ചോറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനുശേഷം മാത്രം ഇത്തരം പരീക്ഷണങ്ങൾ മനുഷ്യരിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് മനുഷ്യർക്ക് കൂടുതൽ സുരക്ഷിതമായിരിക്കും. ബ്രെയിൻ ചിപ്പുകൾ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.